എൻജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഠായി ഒന്നുമല്ല കേട്ടോ, മുളകാണ് കേട്ടോ. കളർ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും. ഞാൻ എൻ്റെ വാർപ്പിൻ്റെ മേളിൽ കുറച്ച് മുളക് പറിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. അപ്പോൾ ഒരു ചെറിയ തൈ തന്നെ എനിക്ക് ഒരു 4-5 ദിവസത്തേക്കുള്ള മുളക് എനിക്ക് കിട്ടിയിരിക്കണം. കണ്ടോ, നല്ല നീളമുണ്ട്, നല്ല മൂത്ത് കിടക്കുന്നുണ്ട് അത്. അപ്പം ഞാനത് പറിച്ചെടുക്കാൻ കയറിയതാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. എൻ്റെ വഴുതനയ്ക്ക് പൂവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ, കണ്ടില്ലേ. പിന്നെ അതേ നമ്മുടെ ഇഞ്ചിയാണ്. വെണ്ടയ്ക്ക ഒന്നും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മുളക്, ഇതിന് പാൽമുളക് അങ്ങനെ പല പേരിൽ അറിയപ്പെടും. ഇത് ഫസ്റ്റ് നമ്മൾ തൈന്ന് പറിച്ചില്ലേ, ആ മുളക് കേട്ടോ. ഇത്രയും മുളക് കിട്ടി. അതിൽ നിന്ന് ഒരു ചെറിയ തൈ, ഒറ്റ തൈ ആയിരുന്നു, ഒരുപാട് പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഇത്ര ഉണ്ട്, നല്ല മൂത്ത മുളക് കേട്ടോ. അതുപോലെ തന്നെ ഇത് കളറൊക്കെ കാണുമ്പോൾ നമുക്ക് തിന്നാനൊക്കെ ഒരു ടെൻഡൻസി തോന്നും, പക്ഷെ തിന്നാ പണി പാളും. പല കളറുകൾ, മറ്റേ ജീരക മിഠായിയും ഇതൊക്കെ പോലെ ഉണ്ടല്ലേ, ചൊറക്കലൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ പച്ചമുളകിൻ്റെ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിപ്പം നമുക്ക് പറിച്ച് നടാനായിട്ട് പറ്റുള്ളൂ. കുറച്ചും കൂടി വലിപ്പമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറിച്ച് നടാം. അപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ നിങ്ങൾ ചെയ്തു തുടങ്ങട്ടോ. എത്ര കെമിക്കലുകളാണല്ലേ നമ്മൾ പച്ചക്കറിയിൽ അടിച്ചു വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും കൂടാതെ നല്ല ഭക്ഷണം നമുക്കും കഴിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യട്ടോ.